പ്രാപ്തിർഭവതി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമിന്നിതി നാമിനി. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനി. നമസ്തേ സാരസ്വതേ ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ. വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. വംശീ വിഭൂഷിതകരന്നവനീതദാരാത് പീതാംബരാദർണബിംബ ഫരോദരോഷ്ടാത് പൂർണേന്ദു സുന്ദരമുഖാദരവിന്ദ നേത്രാത് കൃഷ്ണാത് പരം കിമപി തത്വം ന ജാനേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അതോടൊപ്പം എല്ലാവരെയും ഒരു ഭഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മളെ എവിടെയാ എന്താ പഠിച്ചതെന്ന് വല്ല ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഹരേ കൃഷ്ണ. കുറെ ദിവസം ആയതുപോലെ അല്ലേ? നമ്മള് പ്രഥമസ്കന്ധം അധ്യായം 17 ശ്ലോകം നമ്പർ 20 പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഹരേ കൃഷ്ണ. ഇപ്പൊ നമ്മൾ പഠിച്ച ഈ ഒരു അധ്യായത്തില് പഠിച്ച കാര്യങ്ങളൊക്കെ ആർക്കൊന്ന് പറയാൻ കഴിയും? ഹരേ കൃഷ്ണ. എന്തൊക്കെയാണ് ഈ അധ്യായത്തിൽ നമ്മൾ കേട്ടത്? ആരുമില്ല, എല്ലാവരും ഉറങ്ങിപ്പോയോ? ഹരേ കൃഷ്ണ. വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് ക്ലാസ്സിൽ കയറിയതല്ലേ അല്ലേ? എല്ലാവരും ഉറങ്ങിപ്പോയി. ഹരേ കൃഷ്ണ. കഴിഞ്ഞ ക്ലാസ് ഞാനില്ലായിരുന്നു, അതുകൊണ്ട് ശരി, പ്രഭു ഇല്ലായിരുന്നല്ലേ? ശരിയാ. അപ്പൊ വേറെ ആരെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യൂ. ഹരേ കൃഷ്ണ. ധർമ്മരാജാവ് പരിഷത്ത് രാജാവിന്റെ യഥാർത്ഥമായ പദവിയിൽ സത്യസന്ധമായി വർത്തിക്കുകയാൽ രാജാവിന് നന്ദി പറയുന്നു. ധർമ്മരാജാവ് പരിഷത്തിനോട് പറയുന്നു, സൈദ്ധാന്തിക ദാർശനികന്മാരുടെ വിഭിന്ന അഭിപ്രായം കാരണം ആശയക്കുഴപ്പത്തിലായ ഞങ്ങൾക്ക് ദുരിതങ്ങളുടെ കാരണം എന്താണെന്നും അക്രമിയെ കണ്ടുപിടിക്കാനും പ്രയാസമാണ്. വ്യക്തിപരമായ സന്തോഷങ്ങളാണ് സന്താപങ്ങൾക്ക് കാരണമെന്ന് സ്വയം അവർ തന്നെ ആണെന്നും ദൈത്യങ്ങളെ നിഷേധിക്കുന്ന ദാർശനികന്മാർ പ്രഖ്യാപിക്കും. കർമ്മമാണെന്ന് മറ്റു ചിലർ പറയുന്നു. ഭൗതിക പ്രകൃതിയാണെന്ന് മൂഢവാദികൾ പറയുന്നു. ഭഗവത് അനുമതിയില്ലാതെ പരമപുരുഷന്റെ അറിവില്ലാതെ യാതൊന്നും തന്നെ സംഭവിക്കുകയില്ലെന്ന് വൈഷ്ണവർ വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. മാതാജി പറഞ്ഞതിന് നന്ദി. വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ. പരീക്ഷത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അതാർക്ക് പറയാം? കേട്ടിട്ടുണ്ടോ പരീക്ഷത്തിനെ കുറിച്ച് ആരെങ്കിലും? ഭഗവാനെ നേരിൽ കണ്ട ആളാണ്. ആദ്യമേ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ഭഗവാനാൽ രക്ഷിക്കപ്പെട്ട ആളാണ്. പരമഭക്തനാണ്. യുധിഷ്ഠിര രാജാവിന് ശേഷം രാജ്യം ഭരിക്കുന്ന ഉത്തമനായ ഭരണാധികാരിയാണ്. അദ്ദേഹം മുത്തശ്ശനെ പോലെ തന്നെ രാജ്യഭാരം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന കഴിവുള്ള വ്യക്തിയുമാണ്, ഭക്തനുമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ലോകം മുഴുവൻ ഭരിച്ചിട്ടുള്ള രാജാക്കന്മാരിൽ യുധിഷ്ഠിര മഹാരാജാവ് കഴിഞ്ഞ് ഇദ്ദേഹം കഴിഞ്ഞപ്പന്നെ ലോകം മുഴുവൻ ജനമേജയന് അത്രയും കാലം ഒന്നും കഴിഞ്ഞില്ല അല്ലേ? അപ്പൊ ആ പരീക്ഷിത് മഹാരാജാവ് ലോകം മുഴുവൻ ഭരിച്ചിരുന്ന ഒരു രാജാവാണ്. അതുപോലെ തന്നെ നമുക്ക് അദ്ദേഹത്തെ കുറിച്ചൊരു ശ്ലോകം വന്നു. പിതാമഹ സമഹ സാമ്യേ പ്രസാദേ ഗിരിശോപമ ആശ്രയ സർവഭൂതാന യഥാ ദേവോരാശ്രയ എന്ന് പറഞ്ഞു. പിതാമഹ സമ എന്ന് പറഞ്ഞാൽ എന്താണ്? യുധിഷ്ഠിരനെയും
അതുപോലെ പിന്നെ ബ്രഹ്മാവിനെയും പോലെ. അപ്പം ഈ പിതാമഹ സമ സാമ്യേ പ്രസാദേ ഗിരിശോഭമ എന്ന് പറഞ്ഞാൽ എന്താണ്? സമചിത്തത, അതുപോലെ ആ ധൃതി, എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നതിൽ എന്താണ്? ഗിരിശോഭമ എന്ന് പറയുമ്പോൾ നമ്മൾ ആരെ പോലെയാണ്? ആ ഒരു ഗിരീശനെ പോലെ, ശിവനെ പോലെ എല്ലാ സമചിത്തതയോടും കൂടി എന്തെല്ലാം പ്രശ്നം വരുമ്പോഴും ആ ഒരു സതീദേവി പോയി എന്താണ് അഗ്നിയിൽ ചാടി എന്നറിഞ്ഞിട്ട് പോലും, അല്ലെങ്കിൽ സ്വയം അഗ്നിക്കിരയായി എന്നറിഞ്ഞിട്ട് പോലും അവിടെ ഒരു അനക്കവും ഉണ്ടായില്ല എന്ന് പറയുന്നത് പോലെ ആ സമചിത്തത. പിന്നീടാണ് അദ്ദേഹം അതേക്കുറിച്ച് ചിന്തിക്കുന്നത്, അദ്ദേഹം അതിനുവേണ്ടി അവിടെ പോകുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും. അപ്പൊ അവിടെ എന്ന് വെച്ചാൽ വിഷ്ണുവിന്റെ പ്രേരണയോടുകൂടി മാത്രമാണ്. അപ്പൊ അവിടെ സമചിത്തതയിൽ ശിവനെ പോലെ, അതുപോലെ അത്യുദാരനാണ് ആരെ പോലെ? നാരായണനെ പോലെ. അപ്പൊ എല്ലാവർക്കും ആശ്രയം നൽകുന്ന യഥാദേവോരമാശ്രയ. അപ്പൊ നമ്മൾ പരീക്ഷനെ കുറിച്ച് ഓർക്കുമ്പോഴേ അദ്ദേഹം നിങ്ങളെല്ലാം പറഞ്ഞ്, രണ്ടുപേരും പറഞ്ഞത് ശരിയാണ്. അതുപോലെ തന്നെ അപ്പം പിതാമഹ സമനാണ്, സാമ്യേ പ്രസാദേ ഗിരിശോപമനാണ്, ആശ്രയ സർവഭൂതാനാം യഥാ ദേവോരമാശ്രയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും സർവഭൂതജങ്ങൾക്കും ആശ്രയനായിട്ടാണ് അവിടെ നമ്മൾ പരീക്ഷിത് മഹാരാജാവിനെ കണ്ടത് എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ ഭാഗവതത്തിൽ നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിലാകുന്ന, ഭാഗവതം പഠിക്കുക എന്ന് പറയുന്നത് നമ്മളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പിന്നെ മനസ്സിലൊന്ന് ഓർത്തില്ലെങ്കിൽ അത് പിന്നെ അവിടെ വായിച്ചത് കൊണ്ട് യാതൊരു ഫലവുമില്ല. നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഒരു ശ്ലോകമേ നമ്മൾ പഠിച്ചുള്ളെങ്കിലും ആ ശ്ലോകം നമ്മുടെ മനസ്സിൽ ഒന്ന് ചിന്തിക്കുകയെങ്കിലും ചെയ്യണം. അപ്പൊ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, നായം ആത്മപ്രവചനേന ലഭ്യ ന മേധയ ന ബഹുനാ ശ്രുതേന. എന്നെ ബുദ്ധി കൊണ്ട് നിങ്ങൾക്ക് അളന്നെടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ അതുപോലെ ആ ഒരുപാട് സ്വയം പഠിച്ചെടുത്ത് നിങ്ങൾക്ക് കിട്ടത്തില്ല, ബുദ്ധിയാലും കിട്ടത്തില്ല. അങ്ങനെ ഒരു വിധത്തിലും എന്നെ ലഭ്യമല്ല. പിന്നെ എന്താണ്? ആ വൈഷ്ണവേരസ്ഥാനെ എന്താണ്? ഏകാന്ത സമർപ്പണം ചെയ്യണം. നമ്മൾ ഏകാന്ത സമർപ്പണകരു എന്ന് വെച്ചാൽ ആരെ ഒരു വൈഷ്ണവരിൽ നിന്ന് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളാരും അതിന് അർഹരാണ് അല്ല, പക്ഷെ നമ്മൾ എവിടുന്നാണ് കിട്ടുന്നത്? ഈ ഓരോ വാക്കും കിട്ടുന്ന, ഓരോന്നും പഠിക്കുന്നത് ഒരു വൈഷ്ണവന്റെ കൃപ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ആ ഒരു ഗുരുവിൽ, ആ ശ്രീലപ്രഭുപാദർ നമുക്ക് തന്നിട്ടുള്ള ആ വാക്യങ്ങൾ, വിശ്വാസോ ഗുരുവാക്യേഷു, ആ ഗുരുവിന്റെ വാക്യത്തിൽ നമുക്ക് വിശ്വാസം വേണം. അപ്പം പറയും നമ്മളെ ശ്രീമദ് ഭാഗവതത്തിലെ ഓരോ സിലബിൾസും അമൃതം പെയ്യുന്ന ക്ലൗഡ് പോലെയാണ്. ക്ലൗഡിൽ നിന്ന് ജലം വരും, ഇവിടെ അമൃതം പെയ്യുന്ന ക്ലൗഡ് പോലെയാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഭാഗവതം, നമ്മളാരും ഭാഗവത്തെ ഒന്നും അർഹരേ അല്ല, ഇത് തൊടാൻ തന്നെ അർഹരല്ല എന്ന് പറയാം. കാരണം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഭഗവാനാണ്. ആ ഭഗവാന്റെ പാദത്തിൽ ചെന്ന് തൊടാനുള്ള അറിവോ അതിനുള്ള കഴിവോ നമുക്കുണ്ടോ? കാരണം എന്താണ്? നമ്മൾ അടുപ്പ് കത്തിക്കുന്നവർക്കറിയാം, പച്ച വിറക് കൊണ്ടുവച്ചാൽ അത് പുകഞ്ഞു നിൽക്കും, കത്തത്തില്ല അല്ലേ? അതേസമയം നല്ല ഉണങ്ങിയ വിറകാണ് വെക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? അതൊക്കെ വേഗം അടിക്കത്തും എന്ന് പറയുന്നത് പോലെ നമ്മള് അത്രയും ഭഗവാന്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലാനുള്ള അത്രയുമുള്ള ഇതൊന്നും ആയിട്ടില്ല. നമ്മൾ ഇങ്ങനെ പുകഞ്ഞു നിൽക്കത്തേ ഉള്ളൂ. എന്തൊക്കെയോ കേൾക്കുന്നു, അതപ്പം തന്നെ മറക്കുന്നു, പിന്നെ നമ്മൾ വേറെ കാര്യങ്ങളിൽ മുഴുകുന്നു അല്ലെ? നമ്മൾ ഭൗതികരാണ്. നമുക്കപ്പൊ അതിൽ കൂടുതലൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് അപ്പൊ ആ ഒരു നമുക്കൊരു മഹാത്മാവ് തന്നിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഈ ഭാഗവതം എന്തെന്നും, നമ്മൾ വിഷ്ണുക്കൾ 3 ഉണ്ടെന്നോ, അല്ലെങ്കിൽ നമ്മൾ ആരാണ്, നമ്മൾ ബോഡിയും നമ്മളിൽ ഭഗവാനും ഉണ്ടെന്നോ, ഇതൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ബുക്കുകൾ പഠിച്ച് അതിന്റെ യഥാർത്ഥ കാര്യങ്ങൾ മനസ്സിലാക്കും. നമ്മൾ നേരത്തെയും ഭാഗവതം പഠിക്കുമായിരുന്നു അല്ലെ? ഭാഗവതം നമ്മൾ കുറെ ബൈഹാർട്ടും നമുക്കായിരിക്കാം, പക്ഷേ അതിൽ നിന്ന് യഥാർത്ഥമായ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഒരു യഥാർത്ഥത്തിലുള്ള യഥാർത്ഥത്തിൽ നമുക്ക് തരാനായിട്ട് കഴിവുള്ള വ്യക്തി തരുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അപ്പം പരീക്ഷത്തിന്റെ ജനനത്തെ കുറിച്ചും പ്രഭു പറഞ്ഞു. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രവർത്തികളും ഏതൊരു ജന്തുവിനെ, ഏതൊരു ജീവിയെയും പ്രജയായി കണ്ട ആളുകൂടിയാണ് പരീക്ഷിത് മഹാരാജാവ് എന്ന് നമ്മളിവിടെ കണ്ടു. അപ്പൊ 20ാമത്തെ ശ്ലോകം ഞാൻ മുഴുവൻ എടുത്തില്ല എന്ന് തോന്നുന്നു, കുറച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. 15 ഒക്കെ പ്രഭു പറഞ്ഞിരുന്നു അല്ലേ?
അപ്പൊ അത് കഴിഞ്ഞിരുന്നു. പിന്നെ എല്ലാ പ്രവർത്തികൾക്കും സാക്ഷിയായി സർവ്വവ്യാപിയായി ഏവരുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്നതും ഭഗവാനാണ്. ശാശ്വതനായ സാക്ഷിയെയും ജീവാത്മാക്കളുടെ സ്വന്തം സഹചാരിയെ അംഗീകരിക്കുന്നുവെന്ന ഏക കാരണത്താൽ ഒരു ന്യായാധിപൻ കുറ്റവാളി എന്ന് വിധിക്കുന്നവരെ അവനെ അവന്റെ ദുഷ്കൃത്യങ്ങൾക്ക് ശിക്ഷിക്കരുതെന്ന് നാസ്തികർ വാദിക്കുന്നു. അപ്പൊ നാസ്തികരുടെ വാദം പോലെ അല്ല യഥാർത്ഥ കാര്യം എന്നുള്ളത് ഇവിടെ പറഞ്ഞു തന്നു. പിന്നീട് അതുപോലെ ഒരു വൃക്ഷത്തിൽ ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഒരു വ്യക്തിഗത ആത്മാവുമുണ്ട്, പരമാത്മാവുമുണ്ട്. അത് നേരത്തെ നിങ്ങൾ ഭഗവത്ഗീത പഠിച്ചപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, അവിടുത്തെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. രണ്ടുപേരും, ഒരാളെന്തായി നിൽക്കുന്നു, സാക്ഷിയായി നിൽക്കുന്നു, ഒരാളെ അതിന്റെ ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മളെ അതിനെ നമ്മുടെ ജീവാത്മാവും നമ്മുടെ പരമാത്മാവുമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് പറഞ്ഞു തന്നത് ബ്രഹ്മത്തെക്കുറിച്ചും എന്താണ്, ഏവരുടെയും ഹൃദയത്തിൽ സർവവ്യാപിയായ നിർവ്യക്തിക ബ്രഹ്മമായും വികേന്ദ്രിക പരമാത്മാവായും ഭഗവാൻ കുടികൊള്ളുന്നു എന്ന് പറഞ്ഞു തന്നു. അപ്പൊ അതിനെക്കുറിച്ച് നമ്മളെ നമ്മളെ 1:2:11 നമ്മള് അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായി എടുത്തതാണ്. ഈ ബ്രഹ്മം, പരമാത്മാവേ, ഭഗവാൻ എന്നുള്ളത് അല്ലെ. അത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഏത് ശ്ലോകമാണെന്നെങ്കിലും ഓർമ്മയുണ്ടോ? 1:2:11 നമ്മൾ എടുത്തതാണ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വദന്തി തത്വവിദസ്തത്വം യദജ്ഞാനമത്രയം ബ്രഹ്മേതി ഭഗവാനിതി ശബ്ദയതേ. താങ്ക് യു മദജി. ഹരേ കൃഷ്ണ. വദന്തി തത്വവിദസ്തത്വം യജ്ഞാനമത്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദയതേ. അപ്പൊ അത് നമ്മൾ പഠിച്ചതാണ്. ഇത് ഉപനിഷത്ത് പഠിക്കുന്ന ആൾക്കാരാണ് ഭഗവാനെ ബ്രഹ്മരൂപത്തിൽ ആരാധിക്കുന്നത്. ഉപനിഷത്തിൽ ബ്രഹ്മമായിട്ടും, അതുപോലെ യോഗികൾ ഏത് ഭാവത്തിലാണ് കാണുന്നത്? പരമാത്മാഭാവത്തിൽ. യോഗികളെ ഈ അഷ്ടചര്യകളൊക്കെ ചെയ്തിട്ട് അവരെന്ത് ഏത് ഭാഗത്തിലാണ് കാണുന്നത്? പരമാത്മാഭാവത്തിലാണ്. ഇനി ആരാണ് നമ്മുടെ ശംഖചക്രം ഗദാപങ്കജമായിട്ട് വിഷ്ണുവിനെ കാണുന്നു അല്ലെ? അതൊക്കെ ആരാണ് കാണുന്നത്? ഭക്തന്മാരാണ് കാണുന്നത്. ഭക്തര് കാണുമ്പോ സ്യാനനം മകരകുണ്ടല ചാരുകർണ പ്രാജത്കപോല സുഭഗം സവിലാസഹാസം നിത്യോത്സവം നതൃഭിബന്ധ്യോ നാര്യോ നരാശ്ച മുദിതാ കുപിതാ നിമേശ്ച. അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് ഭഗവാന്റെ ആ മുടിയും ഭഗവാന്റെ മുഖവും ഭഗവാന്റെ കയ്യിലെ വീണുവും ഭഗവാന്റെ നിൽപ്പും കാലുവെൽപ്പും ഇതെല്ലാം ദർശനീയമായിട്ട് ഭഗവാന്റെ ആരുടെ മുമ്പിൽ നിന്നു കൊടുക്കുന്നു? ഭക്തന്റെ മുമ്പിൽ നിന്നു കൊടുക്കുന്നു അല്ലെ. അപ്പം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനിൽ നിന്ന് വരുന്ന, ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ഉജ്ജ്വലമായ തേജസ്സിനെ നമ്മൾ എന്ത് പറയുന്നു? ബ്രഹ്മഭാവം എന്ന് പറയുന്നു. അതാണ് വദന്തി തത്വം യജ്ഞാനമത്വയം ബ്രഹ്മേതി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവർ ചില ആൾക്കാർക്ക് ആ ബ്രഹ്മഭാവത്തിൽ മാത്രമേ ഭഗവാനെ അറിയാവൂ. എന്ന് വെച്ചാൽ സർവ്വയിടത്തും വ്യാപിച്ചിരിക്കുന്ന. അപ്പൊ സൂര്യൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് വെളിയിലോട്ട് നോക്കുമ്പോൾ സൂര്യരശ്മി എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. പക്ഷെ വ്യക്തിഗതമായിട്ട് നമുക്ക് ചോദിച്ചാൽ അതിനെക്കുറിച്ചൊന്ന് പറയാൻ നമുക്ക് കഴിയുകയില്ല. അതുവഴി സർവ്വയിടത്തും വ്യാപിച്ചിരിക്കുന്ന ആ വെളിച്ചത്തെ നമ്മൾ സൂര്യരശ്മികളെ സൂര്യൻ എന്ന് പറയുന്നത് പോലെ ബ്രഹ്മഭാവമായിട്ട് ഭഗവാന്റെ ശരീരത്തിൽ വരുന്ന തേജസ് വ്യാപിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഗോലോക വൃന്ദാവനത്തിൽ നിന്നുണ്ടാകുന്ന ആ ശരീര തേജസ് വിഷ്ണു എന്ന് വെച്ചാൽ വൈകുണ്ഠത്തെയും കവർ ചെയ്ത് സദാശിവ ലോകത്തെയും കവർ ചെയ്ത് എങ്ങോട്ട് വരുന്നു? എവിടെ വരെ വരുന്നു? ബ്രഹ്മജ്യോതിസിൽ വരെ വരുന്നു. ആ ബ്രഹ്മജ്യോതിസ് എന്ന് പറയുന്നത് ഭഗവാന്റെ ഉജ്ജ്വല തേജസ്സാണ് എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത് എന്താണ്? പരമാത്മാഭാവമാണ്. പരമാത്മാവെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഭഗവാന്റെ ഭാഗിക ചിത്രീകരണത്തെയാണ് പരമാത്മഭാവമെന്ന് പറയുന്നത്. ഈ പരമാത്മാവിനെ ആരാധിക്കുന്നവരും ഉണ്ട്. അത് ആരാണ് ആര് പഠിക്കുന്ന? യോഗികളാണ് പരമാത്മാവിനെ സാക്ഷാത്കരിക്കുന്നത്. യോഗികളെ യോഗം ചെയ്തിട്ട് യോഗത്തിൽ കൂടി ഭഗവാനെ കണ്ടു. ഞാൻ വെളിച്ചം കണ്ടു, ഭഗവാൻ വെളിച്ചമായി. ഭഗവാൻ ആ ശംഖചക്ര ഗദാപങ്കജധാരിയായിരുന്നു നിൽക്കുന്ന അവർ കണ്ടില്ലെങ്കിൽ പോലും വെളിച്ചം കാണുമ്പോഴേ അത്യത്ഭുതമായിട്ട് അവർ സന്തോഷിച്ചിട്ട് ഭഗവാനെ കണ്ടു എന്ന രീതിയിൽ അവരെത്തിച്ചേരുന്നു. അവർക്ക് പക്ഷെ ഒരു പടിയൂടെ കടന്നു കഴിഞ്ഞാൽ അവർക്ക് എവിടെ എത്താൻ കഴിയും? അവരുടെ ജീവിതം സാഫല്യമാക്കി തീർക്കാൻ കഴിയും. പക്ഷെ അതിനവർക്ക് സമയം കിട്ടുന്നില്ല. ഭഗവാനെ അങ്ങനെ
അങ്ങ് കാണുകയാണ്. ആ പ്രകാശത്തിൽ ഭഗവാനെ കണ്ടെത്തുകയാണ്. അവിടെ എന്താണ് പരമാത്മഭാവം ഭാഗിക ചിത്രീകരണമായി ഭഗവാൻ നിന്നു കൊടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഭക്തര് ഭഗവാനെ പൂർണ്ണമായി സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ആരാണ് ഭാഗ്യവാന്മാര് ഇതില്? ഭക്തര്. ഭക്തർക്കാണ് ഭഗവാനെ. എങ്ങനെയുള്ള ഭഗവാനെ കാണാം? ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ, അല്ലെ? ആ ദിഹേ പിബസ്വാമൃതമേത ദൈവ, ആ ഭാവത്തിൽ നമുക്ക് ഭഗവാനെ കണ്ടെത്താൻ കഴിയും, ഭക്തർക്ക് കണ്ടെത്താൻ കഴിയും. പക്ഷെ മറ്റവർക്ക് അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് അവിടെ പ്രത്യേകത ഉള്ളത്. അപ്പൊ ഇത് 3 ഭാവത്തെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കാൻ. ഒരുപാട് കാര്യങ്ങളുണ്ട്. ബ്രഹ്മം എന്ന് പറയുന്നത് സൂര്യന്റെ തേജസ് എങ്ങനെയാണോ ഈ സകല ചരാചരങ്ങളിൽ നമ്മൾ കാണുന്നത്, ആ വെളിച്ചം പോലെ ഭഗവാന്റെ തേജസ് ഈ ലോകങ്ങളെ എല്ലാം പ്രകാശമാനമാക്കി തീർക്കുന്നു. ആ ഭാവത്തെയാണ്, അതും ഭഗവാൻ തന്നെയാണ്. അതുപോലെ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ നിലകൊള്ളുന്നു. ആ ഭാവം ഭാഗികമായി ചിത്രീകരിച്ചെടുക്കുന്നു യോഗികൾ, അതും ഭഗവാൻ തന്നെയാണ്. അതുപോലെ ഭഗവാന്റെ പൂർണ്ണ സ്വരൂപമായിട്ട് ഭഗവാൻ എല്ലായിടത്തും വിളങ്ങുന്നു. അത് കണ്ടെടുക്കുന്നതും എന്താണ്? ഭഗവാൻ തന്നെയാണ്. അപ്പൊ നമ്മൾ അവിടെ അതുകൊണ്ടാണ് പറയുന്നത് എന്തേ, ആ ഭഗവാൻ എന്ന് പറയുന്നത് ബ്രഹ്മവുമാണ്, പരമാത്മാവുമാണ്, ഭഗവാനുമാണ്, ഇല്ലേ? അപ്പൊ അതോടുകൂടി അപ്പൊ നമ്മള് പറയുന്നു, ഭഗവാനെ കണ്ടുകൊണ്ട് ഗോപന്മാര് നടക്കുമ്പോ ഭാഗവതത്തിൽ പറയുന്നു, ഇതം സദാം ബ്രഹ്മ സുഖാനുഭൂത്യ ദാസ്യം ഗതാനാം വരദൈവതേന മായാശ്രിതാനാം നരതാരകേണ സകം വിജഹൃകൃത പുണ്യപുഞ്ച. അപ്പം ഭഗവാനോടൊപ്പം കൂട്ടുകാരിങ്ങനെ കളിച്ച് ഉല്ലസിച്ച് നടക്കുന്നു. അപ്പൊ അവര് കാണുന്നത് ഭഗവാന്റെ പൂർണ്ണ സ്വരൂപത്തെ. ആ ഒരു ഗോപന്മാർക്കും ഗോപികമാർക്കും ഒക്കെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പൂർണ്ണ സ്വരൂപത്തെ, അല്ലെങ്കിൽ ഉദ്ധവർക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പൂർണ്ണ സ്വരൂപത്തെ ആയ ഭഗവാനെ കാണാൻ അവർക്കൊക്കെ കഴിഞ്ഞിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ബ്രഹ്മഭാവം, പരമാത്മഭാവം, ഭഗവാൻ ഭാവം 3 മനസ്സിലായില്ല എല്ലാവർക്കും? ഇനിയെങ്കിലും ചോദിച്ചാൽ ഏത് ശ്ലോകമാണ് പറയേണ്ടത്? വേറൊരാൾ പറയും, മാതാജി പറഞ്ഞു, ബാക്കി ആയിരിക്കും. ഏതാണ്? ഏത് ശ്ലോകത്തിലാണ് ബ്രഹ്മൻ, പരമാത്മാവ്, ഭഗവാൻ ഇതിനെ 3 കുറിച്ച് വ്യക്തമായി പറഞ്ഞു തന്നിരിക്കുന്നത്? 1:2:11. 1:2:11. എന്താ അതെന്താ? ആർക്ക് പറയാം അതിനെ കുറിച്ച്? വദന്തി തത്വവിദസ്തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശക്യതേ എന്നാണ് അത്. അപ്പൊ അതിനെക്കുറിച്ച് അത് അത്രയും മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ നമുക്ക് വ്യക്തമല്ല, ബ്രഹ്മഭാവത്തിൽ വരുമ്പോൾ നമുക്ക് വ്യക്തമല്ല. അതിന് പല എക്സാമ്പിൾസും പറയും. എന്താണ്? സൂര്യന്റെ രശ്മി ബ്രഹ്മമാണ്. അതുപോലെ സൂര്യൻ എന്താണ്? സൂര്യൻ എന്നുള്ള ആ ദേവൻ അതാണ് ആരാണ്? ഭഗവാനാണ്, അല്ലെ? ആ ഒരു ഡിസ്ക് അത് ആ സൂര്യൻ ദേവൻ എന്ന് പറയുന്ന സൂര്യന്റെ ഡിസ്കിനെ നമ്മൾ എന്ത് പറയുന്നു? പരമാത്മാഭാവത്തിൽ പറയും. അതുപോലെ സൂര്യദേവൻ വിവസ്വാനെ നമ്മളെ യഥാർത്ഥ ഭാവത്തിൽ സൂര്യൻ എന്ന് തന്നെ പറയും. അപ്പൊ അവിടെ ഭഗവത് പ്രാമം, ആ വിവസ്വാന്റെ ഭാവത്തിൽ എത്തുമ്പോഴത്തേക്ക് ഭഗവാന്റെ ഈക്വൽ ആയിട്ട്. അതുപോലെ അതിനൊരു എക്സാമ്പിൾ എന്നേ ഉള്ളൂ. സൂര്യരശ്മി, സൂര്യഗോളം, പിന്നെന്താണ്? സൂര്യനായ വിവസ്വാൻ, അല്ലെങ്കിൽ വിവസ്വാൻ ഇപ്പോഴത്തെ പറയുന്നതേ ഉള്ളൂ, മാറി മാറി വരും. അപ്പൊ ആർക്കൊന്ന് പറയാം? ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ ഒന്ന് വിശദീകരിച്ച് പറയാൻ ആർക്ക് പറ്റും? ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ നിന്ന് വരുന്ന ദിവ്യ തേജസ്സാണ് ബ്രഹ്മം. പിന്നെ പരമാത്മാവ് എന്ന് പറയുന്നത് യോഗികള് പരമാത്മ രൂപത്തിലാണ് ഭഗവാനെ സ്തുതിക്കുന്നത്. പിന്നെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭക്തരാണ് ഭഗവാൻ എന്ന തത്വത്തിലേക്ക് വരുന്നത്. അതായത് ഭഗവാന്റെ പൂർണ്ണസ്വരൂപത്തോടുകൂടി കാണുന്നു. അതിന് മാതാജി ഒന്ന് ഇത് സൂര്യനുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്തേ. സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം, ആ പ്രകാശത്തെയാണ് നമ്മള് എന്താ പറയാ, ബ്രഹ്മം പോലെ ആ സൂര്യനെ നമ്മള് പരമാത്മാവായിട്ട്, ഗോളത്തെ പരമാത്മാവായിട്ട് കാണുന്നു. പിന്നെ ഭഗവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോ നമ്മള് ചെല്ലുമ്പോ സൂര്യൻ ആരാണ് എന്നുള്ള ചക്രമായിട്ട് എല്ലായിടത്തും സഞ്ചരിക്കുന്ന ആ സൂര്യന് ഒരു പേരുണ്ട്, ഒരു വ്യക്തി രൂപമുണ്ട്. അവിടെ സൂര്യൻ ഒരു വ്യക്തി
രൂപമുണ്ട്. ആ വ്യക്തി രൂപമാണ് ഇപ്പോഴത്തെ സൂര്യന്റെ പേര് വിഭസ്വ എന്നാണ്. മനസ്സിലായോ? സൂര്യൻ എന്ന വ്യക്തി, ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നത് പോലെ സൂര്യൻ എന്ന വ്യക്തി രൂപത്തെയാണ് എന്ത് പറയുന്നത്, നമ്മൾ സൂര്യൻ എന്ന് യഥാർത്ഥത്തിൽ പറയേണ്ടത് അല്ലേ? അപ്പൊ ആ ഒരു വ്യക്തി സ്വരൂപത്തെയാണ് നമ്മള് സൂര്യൻ എന്ന് പറയുന്നത് പോലെ ഭഗവാനും ഈ 3 രൂപം. എല്ലാവർക്കും മനസ്സിലായോ? അത് ഇതിന്റെ ഒരു ബേസ് ആണ്. അവിടെ നിന്നാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. എന്ന് വെച്ചാൽ രമേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് 3 നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ബ്രഹ്മം എന്ന് പറയുമ്പം വ്യക്തമല്ല. വേറൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മളെ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കുന്ന അവസരത്തില്, എല്ലാവരും റെയിൽവേ സ്റ്റേഷൻ അറിയാമല്ലോ, നമ്മൾ ട്രെയിനെ കയറാൻ കാത്തു നിൽക്കുന്ന അവസരത്തില് എവിടുന്നോ ശബ്ദം കേൾക്കുന്നു, എന്തോ ചെറിയ ഇരപ്പും വരുന്നുണ്ട്. അപ്പം ട്രെയിൻ വരാറായി എന്ന് വിചാരിക്കുന്നു. പക്ഷെ നമ്മൾ ട്രെയിനെ കണ്ടോ? ഇല്ല. ട്രെയിന് ഒരു ശബ്ദവും കേൾക്കാം, ഒരു പ്രകാശവും കാണാം. പ്രകാശവുമുണ്ട്, ശബ്ദവുമുണ്ട് വളരെ ദൂരെ വെച്ച്. അപ്പം വ്യക്തമായി ട്രെയിൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പൊ അതുപോലെ ഭഗവാന്റെ തേജസ്സുണ്ട്. പക്ഷെ ഭഗവാൻ ആരാണെന്ന് ശരിക്കും മനസ്സിലാകുന്നില്ല. പക്ഷെ തേജസ് ആരുടേതാണ്? ഭഗവാന്റേതാണ്. അത് കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു, പ്ലാറ്റ്ഫോമിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പം നമുക്കറിയാം ട്രെയിൻ ഇത്രയും വലിയതാണ്, ആൾക്കാർ ഒരുപാട് അതിനകത്തുണ്ട് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി. പക്ഷെ പൂർണ്ണമായിട്ട് അതിനകത്ത് എന്തുണ്ട്, ആ ട്രെയിനകത്ത് ഏത് രീതിയിലാണ് എന്നറിയത്തില്ല. അപ്പം ട്രെയിനെ കുറിച്ച് ഒരു ധാരണ വന്നു. അപ്പൊ പരമാത്മാവിനെ കുറിച്ച് ആ ഒരു ധാരണയോടെ, ആ ഒരു രീതിയോടെ നമുക്ക് അതിനെ കമ്പയർ ചെയ്യാം. പിന്നീട് ട്രെയിനിൽ നിന്ന് ആളിറങ്ങുന്നു, ആള് കയറുന്നു. അതിനകത്ത് നോക്കുമ്പോൾ അതിനെ സാധനം വെക്കാനുള്ള സൗകര്യമുണ്ട്, അതിനെ കമ്പാർട്ട്മെന്റായി തിരിച്ചിരിക്കുന്നു, എല്ലാ സൗകര്യമുള്ള അതാണ് ട്രെയിൻ എന്ന് മനസ്സിലാക്കിയെടുക്കുന്നു. അപ്പൊ ഇത് 3 ഭാവവും ട്രെയിനിൻ്റെതാണ് നമ്മൾ കണ്ടത്. എന്ന് പറഞ്ഞവിടെ ഭഗവാൻ എന്ന് പറയുന്നത് പ്രകാശമാണ്. ഭഗവാൻ എന്ന് പറയുന്ന യോഗികൾക്ക് സാക്ഷാത്കരിക്കാൻ കഴിയുന്നതാണ്. ഭഗവാൻ എന്ന് പറയുന്നത് സ്യാനനം മകരകുണ്ടലചാരികർണ, അത്രമാത്രം ഭഗവാൻ ആ മനോഹരനാണ് ഭഗവാൻ. വൃന്ദാവനത്തിൽ ഓടിക്കളിക്കുന്ന, ഗോലോക വൃന്ദാവനത്തിൽ ഓടിക്കളിക്കുന്ന ഭഗവാൻ. ആ രീതിയിലേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്ക് അത് ഭഗവത് പാദപങ്കജങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ സമർപ്പിക്കാൻ കഴിയും. ഇതാണ് ഒരു വ്യക്തമാകാത്ത ഭാവം, ഒരുവിധം വ്യക്തമായ ഭാവം, ഒരുവിധം പൂർണ്ണമായും വ്യക്തമായ ഭാവം. എന്തെങ്കിലും വേറെ ഒരു രീതിയിൽ പറഞ്ഞാൽ, നമ്മൾ കിച്ചണിൽ എന്തെങ്കിലും ചെയ്യുന്നു, ആരെങ്കിലും ഒരു ഫ്രണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്നു, നമ്മളെ ലഡു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പം വരുന്ന ആളിന് നല്ല മണമുണ്ട്, നെയ്യുടെ മണമുണ്ട്, അത് മുൾപ്പിക്കുന്ന മണമുണ്ട്. പക്ഷെ എന്താണെന്ന് വ്യക്തമല്ല. എന്തോ ചെയ്യുന്നു, നെയ്യപ്പം ചുടുകയാണോ, ഉണ്ണിയപ്പം ചുടുകയാണോ, അതോ ലഡു ഉണ്ടാക്കിയാണോ എന്ന് വ്യക്തമല്ല. അപ്പൊ ആ ഒരു ആദ്യഭാവം. അത് കഴിഞ്ഞിട്ട് അവിടെ വന്നിരിക്കുമ്പോഴേ നോക്കുമ്പോഴെന്താണ്, വറുത്തു കോരുന്നു, എന്തോ വറുത്തു കോരുന്നു, ലഡു ആയിരിക്കും എന്നൊരു ചിന്ത മനസ്സിൽ വരുന്നു. പക്ഷെ വ്യക്തമായിട്ട് നമ്മുടെ മുന്നിലെത്തിയിട്ടില്ല. അത് കഴിഞ്ഞ് വരുന്ന ആളിന് ഞാൻ ലഡു കൊണ്ടുവെക്കുമ്പോൾ അപ്പോൾ അത് ഇന്നത് ലഡു ആണ്, ലഡു ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇതിന്റെ രൂപം ഇതാണ് എന്നുള്ള വ്യക്തമായി മനസ്സിലാക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യത്തേത് വ്യക്തമല്ല, രണ്ടാമത്തേത് ഒരുവിധം വ്യക്തം, മൂന്നാമത്തേത് പൂർണ്ണ വ്യക്തം. അപ്പൊ ഇത് ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയണം. അതാണ് അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഭഗവാനെ കുറിച്ച് ധാരണയോടുകൂടി മുന്നോട്ട് പോകാൻ. ഹരേ കൃഷ്ണ. അപ്പൊ ബ്രഹ്മഭാവവും പരമാത്മാഭാവവും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് ഭഗവാന്റെ പാണ്ഡിത്യത്താലോ ഊഹാപോഹത്താലോ ആർക്കും നിർണയിക്കാനാവില്ല എന്ന് ഭഗവാനെ കുറിച്ച് നമ്മൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മള് പാണ്ഡിത്യം കൊണ്ടൊന്നും നമ്മളെ അറിയാൻ കഴിയുകയില്ല. ന്യായം ആത്മപ്രവചനേന ലഭ്യോ ന മേധയാ ന ബഹുധാ ശ്രുതേന. അത് ആ ഒരു ശ്ലോകം ഓർത്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കാം. പിന്നെ ഭഗവാന്റെ സേവനത്തിൽ നമ്മൾ വ്യാപൃതരായിരിക്കണമെന്നും ബദ്ധാവസ്ഥയിൽ ഭൗതിക പ്രകൃതിയുടെ സമ്മർദ്ദത്താൽ അത്തരം സേവനങ്ങൾ സമർപ്പിക്കുന്നുവെന്നും മുക്താവസ്ഥയിൽ സ്വമേധയായുള്ള ഭഗവാന്റെ പ്രേമയുദ്ധ സേവനത്താൽ ജീവാത്മാക്കളുടെ ആത്മീയ സ്വഭാവം പിന്തുണ നൽകുന്നു എന്നും ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നു. നമ്മൾക്ക് പ്രഭാതർ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞെടുക്കണേ തന്നെ നമുക്ക് ഇത് മനസ്സിലാക്കണേ എത്ര എടുത്താൽ പറ്റും എന്നുള്ളതാണ്. ഭക്തരെ കുറിച്ചും അതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് നമ്മളെ എങ്ങനെയാണ് ബദ്ധാവസ്ഥയിൽ
നമ്മൾ ഭൗതിക പ്രകൃതിയിൽ പെട്ടുഴലുകയാണ്. നമുക്കിന്നും ഭൗതിക പ്രകൃതിയിൽ നിന്ന് നമ്മൾ മാറുന്നില്ല, അതിൽപ്പെട്ട് നമ്മൾ ഉഴലുന്നവരാണ്. പക്ഷെ ആ കൂട്ടത്തിൽ നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടിയും അതുപോലെ ഭഗവാനെ കുറച്ചൊക്കെ അറിയുന്നവർ ഭഗവാനെ ഒന്ന് വിളിക്കണമല്ലോ എന്നോർത്തിട്ടും ഒക്കെ നമ്മൾ ഭഗവാനെ ബദ്ധാവസ്ഥയിൽ ഭൗതിക പ്രകൃതിയുടെ സമ്മർദ്ദം കൊണ്ട് വിളിക്കുന്നു. അത് കഴിഞ്ഞിട്ട് മുക്താവസ്ഥയിൽ എത്തുമ്പോഴത്തേക്ക് ഭഗവാന്റെ പ്രേമയുദ്ധ സേവനത്തിൽ നമ്മൾ എത്തിച്ചേരും. അപ്പോഴാണ് നമ്മൾ ഭഗവാനെ കൂടുതൽ മനസ്സിലാക്കിയെടുക്കുന്നതും ഭഗവാനെ കുറിച്ച് അറിയുന്നതും എന്നുള്ളതാണ്. ഭഗവാന്റെ അചിന്ത്യ കർമ്മങ്ങളെ കുറിച്ച് ഭീഷ്മദേവൻ നേരത്തെ ഒരുപാട് പറഞ്ഞു കൊടുത്തു എന്നും പരീക്ഷിത് മഹാരാജാവിന്റെ മുന്നിൽ അവതരിച്ച ഇവിടെ കാളയായിട്ടും ഭൂമിദേവിയായിട്ട് പശുവും ഒക്കെ വന്നു. അവരൊക്കെയും എന്താണ് ഭഗവാനെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഉത്തമ ഭരണാധികാരിയായിട്ട് ഇവിടെ ആര് വിലസുന്നു? പരീക്ഷിത് മഹാരാജ വിലസുന്നു. അദ്ദേഹത്തിന് വിചാരിച്ചാൽ ഈ കാളയുടെയോ എന്ന് വെച്ചാൽ ധർമ്മരൂപത്തെ ഉയർത്തിക്കൊണ്ടുവരുവാനും ഭൂമിയുടെ സന്താപം തീർക്കുവാനും കഴിയും എന്നുള്ളതാണ്. അപ്പം ആത്മീയ മുന്നേറ്റത്തിന്റെ ഇരു സ്തംഭങ്ങളാണ് ഗോക്കളും ധർമാനുശാസനങ്ങളും. അതിനെ ഇല്ലാതാക്കരുത് എന്നുള്ള മുന്നറിയിപ്പാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു സംഭവത്തെ ചിത്രീകരിക്കുന്നത്, ഈ ഒരു സംഭവം കൊണ്ട് നമുക്ക് എല്ലാവരും ഭഗവാന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണെന്നും ആണേ എന്നും, അതുപോലെ ഭഗവാൻ ഭഗവാൻ തീർച്ചയായും എന്ത് ചെയ്യുന്നുണ്ടോ, ഭൂമിയിൽ ഏത് സമയത്തും ധർമ്മം വളർത്തുന്നതിന് വേണ്ടി ഏത് സമയത്തും വരും എന്നുള്ള ഭയം അധർമ്മികൾക്ക് ഉണ്ടായിരിക്കണമെന്നും കാണിച്ചു കൊടുക്കുകയാണ് ഈ ശ്ലോകത്തിൽ കൂടി ചെയ്യുന്നത്. അപ്പം പരീക്ഷിത് മഹാരാജാവിന്റെ മുന്നിൽ ഇവർ രണ്ടും വരാൻ കാരണം പരീക്ഷിത് മഹാരാജാവിന് അതിൽ കഴിവുണ്ട് എന്നുള്ള ധാരണ കൊണ്ട് മാത്രം ആയിരുന്നു. അപ്പം ഭഗവാന്റെ മഹത്വം അത് തെളിയിക്കാനായി പരീക്ഷിത് മഹാരാജാവ് ഭഗവാനാൽ പരീക്ഷിക്കപ്പെടുകയും അത് വേണ്ട വിധത്തിൽ അത് പരിഹരിച്ചു കാണിച്ചു കൊടുക്കുകയും പരീക്ഷിത് മഹാരാജാവ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ. അടുത്തത് നമ്മളെ 21ാമത്തെ ശ്ലോകമാണ്. സൂത ഉവാച ഏവം ധർമ്മേ പ്രവദന്തി സമ്രാട് ദ്വിജസത്തമാഃ സമാഹിതേന മനസാ വിഖേദ പരിചഷ്ടധം. ഏവം ധർമ്മേ പ്രവദന്തി സമ്രാട് ദ്വിജസത്തമാഃ സമാഹിതേന മനസാ വിഖേദ പരിചഷ്ടധം. ഏവം ധർമ്മേ പ്രവദന്തി, ഏവം എന്ന് വെച്ചാൽ അതുകൊണ്ട്, ധർമ്മേ ആ ധർമ്മ വ്യക്തിത്വം, പ്രവദതി ഇപ്രകാരം സംസാരിച്ചതിന് ശേഷം, സഹ അദ്ദേഹം, സമ്രാട് എന്ന് പറഞ്ഞ ചക്രവർത്തി, ദ്വിജസത്തമഃ വിളിക്കുകയാണ്, ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ, സമാഹിതേന ആരെ ഈ ബ്രാഹ്മണ ശ്രേഷ്ഠ എന്ന് ഇവിടെ വിളിക്കുന്നത്? സമ്രാട് ദ്വിജസത്തമഃ, ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ, സമാഹിതേന പൂർണ്ണ ശ്രദ്ധയോടെ, മനസാൽ പരിചഷ്ട പ്രതിഭജിച്ചു, തം അദ്ദേഹത്തോടെ. ഇത്രയും വാക്കുകളാണുള്ളത്. ഏവം ധർമ്മേ പ്രവദതി സമ്രാട് ദ്വിജസത്ത, അല്ലയോ ദ്വിജസത്തമ, ബ്രാഹ്മണിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള അല്ലയോ ദ്വിജസത്തമ, ഏവം ധർമ്മേ പ്രവദതി, അതിനാൽ ധർമ്മ വ്യക്തിത്വം അപ്രകാരം സംസാരിച്ചതിന് ശേഷം, സമാഹിതേന മനസ്സ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ശ്രദ്ധയോടെ തന്റെ മനസ്സുകൊണ്ട്, വിഖേദ യാതൊരു തെറ്റും കൂടാതെ, പരിചഷ്ട പ്രതിഭജിച്ചു, തം അദ്ദേഹത്തോടെ. അപ്പം ആ രീതിയിൽ അത് ആരോട് പ്രതിഭജിച്ചു? അപ്പൊ എന്ന് ഇവിടെ സൂതൻ പറയുകയാണ്. ആരോട് പറയുകയാണ്? ശൗനക മഹർഷിയോട് പറയുകയാണ്. അന്ന് നടന്ന സംഭവത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്രകാരം അവർ പ്രതിവചിച്ചു എന്ന് പറയുന്നു. അപ്പം വിവർത്തനം സൂതഗോസ്വാമി പറഞ്ഞു, ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠരെ, ധർമ്മ വ്യക്തിത്വത്തിന്റെ സംഭാഷണം ശ്രദ്ധാപൂർവം ശ്രവിച്ച ശേഷം സംതൃപ്തനായ പരീക്ഷിത് മഹാരാജാവ് പശ്ചാത്താപമോ തെറ്റോ കൂടാതെ ഇപ്രകാരം പ്രതിഭജിച്ചു. അപ്പൊ ആ പരീക്ഷിത് മഹാരാജാവിന്റെ ക്വാളിറ്റി അവിടെ എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത്. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സൂത ഉവാച ഏവം ധർമ്മേ പ്രവദതി സമ്രാട് ദ്വിജസത്തമഃ
സമാഹിതേന മനസാ വിഖേദ പരിചഷ്ടതം. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ ധർമ്മ വ്യക്തിത്വമായ ഋഷഭം നിൽക്കുന്നു. ആ ഋഷഭം പറഞ്ഞതൊക്കെ കേട്ടതിന് ശേഷം തത്വശാസ്ത്രത്താലും അതുപോലെ ആ പറഞ്ഞത് എന്താണോ അത് തത്വശാസ്ത്രത്താലും വിജ്ഞാനത്താലും പരിപൂരിതമായിരുന്നതിനാൽ ആർക്ക് മനസ്സിലായി ഇത് സാധാരണ ഒരു പ്രശ്നമല്ല ഇതെന്ന് ആർക്ക് മനസ്സിലായി? ക്ലേശങ്ങൾ വളരെ കൂടുതലാണെന്ന് ചക്രവർത്തിക്ക് മനസ്സിലായി. രാജാവല്ല, രാജാക്കന്മാരുടെ രാജാവാണ്. അപ്പൊ അതിനെ നമ്മൾ ചക്രവർത്തി എന്നേ പറയും. ചക്രവർത്തിക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഋഷഭത്തിന്റെ മറുപടി ശ്രവിച്ച് രാജാവ് സംതൃപ്തനായി. വേണ്ട രീതിയിൽ ധർമാനുശാസനങ്ങളെ കുറിച്ച് വേണ്ട രീതിയിലാണ് ഇവിടെ മറുപടി പറഞ്ഞത്. അപ്പൊ ആ മറുപടി കേട്ടപ്പോൾ ചക്രവർത്തി വളരെയധികം സന്തുഷ്ടനായി തീർന്നു എന്ന് നമ്മളിവിടെ കാണുന്നു. രാജാവ് സന്തൃഷ്ടനായി. പരമപുരുഷന്റെ നിയമത്തെക്കുറിച്ച് അഥവാ അനുശാസനകളെ കുറിച്ച് ശരിക്കും സുജ്ഞാതനല്ലാത്ത ഒരുവനെ ദാർശനികമായ സത്യങ്ങളെ സ്പർശിച്ചുകൊണ്ട് സംവദിക്കാൻ കഴിയുകയില്ല. അപ്പൊ ഭഗവാൻ ആരാണെന്നും ഭഗവാന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നും ഇതറിയാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ധർമ്മരാജാവിന് സമാന ബുദ്ധി കൂർമ്മത ഉള്ളതിനാൽ പരീക്ഷിത് മഹാരാജാവ് അസന്നിഗ്ധമായി പ്രതിവചിച്ചു. അപ്പം ധർമ്മരാജാവിന്റെ ബുദ്ധി കൂർമ്മതയെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം ഓർക്കുകയാണ്. ആത്മീയ മുന്നേറ്റത്തിന്റെ ഇരുസ്തംഭങ്ങളാണ് ഗോക്കളെന്നും ബ്രാഹ്മണരെന്നും അതിനറിയാം. അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമാണെന്നറിയാം. ആ രീതിയിലൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ധർമ്മ വ്യക്തിത്വം ഇത് പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞ വാക്കിനെ അതുപോലെ മനസ്സാ അങ്ങ് വളരെ ശ്രേഷ്ഠമായി കരുതുകയാണ്. അപ്പം നമുക്ക് യഥാർത്ഥ വേദാന്തിയാണ് ഭഗവാനെന്നും ഭഗവാന്റെ ആശയങ്ങളെ പൂർണ്ണമായും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് എന്നും ഒക്കെ മനസ്സിലാക്കിയ ഒരു ധർമ്മ വ്യക്തിത്വമാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുന്നു. നമ്മള് 1625 പറയുന്നുണ്ട്. എന്താണ്? യഥാവദുക്തോ പരരാമതന്മഹത് ഭൂതം നഭോലിംഗമലിംഗമീശ്വരം അഹം ച തസ്മൈ മഹതാം മഹീയസി ശീർഷ്ണാവനാമം വിധതേനുകമ്പിത എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഭഗവാൻ നാരദർക്ക് ആദ്യമേ എന്ത് ചെയ്തു? പ്രത്യക്ഷനായി. ഒരു സെക്കൻഡ് നേരത്തേക്ക് എന്തോ ഒരു രൂപം മിന്നി മറയുന്നത് പോലെ നമ്മൾ നാരദൻ കാണുന്നു. നാരദൻ ഭഗവാനെ ഇരിക്കുകയാണ്, മെഡിറ്റേഷൻ ഇരിക്കുന്നു. ഭഗവാനെ ഒന്ന് മിന്നി മറയുന്നത് പോലെ കണ്ടു. അത് കഴിഞ്ഞിട്ട് കാണാനില്ല. അങ്ങ് വിഷമിച്ചു. എന്ത് ചെയ്യും ഞാൻ? ഭഗവാൻ ഒന്ന് കാണുന്നില്ലല്ലോ. പല രീതിയിൽ വീണ്ടും മെഡിറ്റേഷൻ ചെയ്ത് നോക്കി, കാണുന്നില്ല. ആ ഭയങ്കരമായ വേദനയിൽ പെട്ട് കഴിഞ്ഞപ്പോൾ അപ്പം ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു, നീ വിഷമിക്കണ്ട. പൂർണ്ണമായി ശരിക്കും ഭഗവത് ഭക്തി യോഗം ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തിക്ക് എന്നെ കാണാൻ കഴിയില്ല. നീ വീണ്ടും ആ ഭഗവാന് വേണ്ടിയുള്ള, ഭഗവാനെ അന്വേഷിക്കൂ, അതിനു വേണ്ടിയുള്ള ഭക്തിയോഗം നീ ചെയ്യൂ. അപ്പോൾ നിനക്ക് ഞാൻ ആകും. അപ്പൊ അവിടെ എന്നെ കണ്ടില്ലെന്ന് വിചാരിച്ച് നീ ഭയക്കണ്ട. ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഏത് രീതിയിൽ നിന്റെ കൂടെ ഉണ്ടെന്നാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. ഇപ്പൊ നമ്മള് നമ്മുടെ കയ്യിരിക്കുന്ന ഭാഗവത്തെ ഭഗവാനായി കാണണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അതിന്റെ ഉദ്ദേശം അതാണ്. എന്താണ്? ആ ഒരു ശ്രവണമാത്രനും അതുപോലെ സർവ നേത്രങ്ങൾക്ക് അഗോചരനായിട്ടാണ് ഇപ്പൊ ഭഗവാൻ നിൽക്കുന്നത്. ആദ്യമേ ഒന്ന് ഗോചരനായി ഒന്ന് കാണിച്ചു കൊടുത്തു, അല്ലേ? യഥാവദുക്തോ വരരാമതന്മഹത്. അപ്പൊ അതാണ് ആ ഭഗവാൻ ഒരു നേരത്തേക്ക് ഇങ്ങോട്ട് വന്നൊന്ന് കാണിച്ചു കൊടുത്തു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഭഗവാൻ അങ്ങ് അപ്രത്യക്ഷനായപ്പോഴത്തേക്ക് മനസ്സിലുണ്ടാകുന്ന ആ ഒരു ഭയങ്കരമായ വിഷമമാണ് നാരദർ അനുഭവിച്ചത്. അപ്പൊ പറഞ്ഞു കൊടുക്കുകയാണ്. അത് കണ്ടിട്ട് പറയുകയാണ്, നേത്രങ്ങൾക്ക് അഗോചരനാണ്, എന്നാൽ സർവാതിശായിയാണ്, ശ്രവണമാത്രനാണ്. അങ്ങനെ ഒരു പരമപുരുഷനെ അപ്പൊ മുന്നൽ ഭഗവാൻ വന്ന് നിൽക്കണമെന്നില്ല എന്നും എൻ്റെ വാക്കുകളും ഞാനും എവിടെയുണ്ട്? ആ ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും നിനക്കെന്നെ കാണാം. അതിൽ കൂടി നിനക്കെന്നെ മനസ്സിലാക്കാൻ കഴിയും. അത്രമാത്രം പ്രാധാന്യമാണ് നമ്മൾ ഭാഗവതത്തിനും അതുപോലെ ഭഗവത്ഗീതയ്ക്കും കൊടുക്കേണ്ടത്. അപ്പൊ അവിടെ പറയുകയാണ്, ആ വേദങ്ങൾ 4 എൻ്റെ നിശ്വാസത്തിൽ നിന്നാണ് വന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, വേദങ്ങളിൽ കൂടി അല്ല ഭഗവാൻ, വേദങ്ങളിൽ ഇല്ല എന്ന് നേരത്തെ മാധവ് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇല്ല എന്നല്ല പറയുന്നത്. അത് വേണ്ട വിധത്തിൽ ഫോളോ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഭഗവാനെ കാണാൻ കഴിയൂ.
ഉള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അത് പഠിച്ചത് കൊണ്ട് ഭഗവാനെ കിട്ടി എന്ന് ആരും ധരിക്കരുതേ എന്നുള്ളതാണ്. അപ്പൊ ഭഗവാന്റെ എന്താണോ എന്താ പുരുഷാർത്ഥങ്ങൾക്കാണ് വേദങ്ങൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് ഭഗവാൻ അത് കൊടുത്തു എന്നൊരു ക്വസ്റ്റ്യൻ അപ്പം വരും ഇല്ലേ? അപ്പൊ എന്തുകൊണ്ട് കൊടുത്തു ഭഗവാൻ അത്? ലോകത്തിൽ വിവിധ തരത്തിലുള്ള ജനങ്ങളാണുള്ളത്. എല്ലാവർക്കും ഓടിച്ചെന്നിട്ട് ഗോലോക വൃന്ദാവനമെന്നും വൈകുണ്ഠമെന്നും സദാശിവ ലോകമെന്നും പറഞ്ഞാലൊന്നും മനസ്സിലാക്കിയില്ല, ഒന്നും അറിയാതെ പോകും. കാരണം ആ ഒരു രീതിയിലേക്ക് എത്തിപ്പെടാൻ ഒരു ഭാഗ്യമുള്ളത് കൊണ്ടാണ് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊക്കെ ഇവിടെ വന്നിരിക്കാനും ഈ ഭാഗവതം തൊടാനും തോന്നുന്നത്. യഥാർത്ഥത്തിൽ അതല്ലാത്തവർ അതിനെ വിശ്വസിക്കുകയില്ല. എനിക്ക് സമയമില്ല, എനിക്ക് വേറെ കാര്യങ്ങൾ ഒരുപാടുണ്ട്, കുട്ടികളെ നോക്കണം, ഓഫീസ് ജോലി കിടക്കുന്നു. എല്ലാവർക്കും ഉണ്ട്, ഓഫീസ് ജോലിയും ഉണ്ട്, കുട്ടികളെ നോക്കേണ്ടത് മിക്കവാറും എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്, ഇല്ലാത്തവരല്ല. അപ്പൊ നിങ്ങൾ പലരും അതെല്ലാം ചെയ്യുന്നവരുമാണ്. പക്ഷേ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഇവിടെ വന്നിരിക്കും ആ ഒരു ബുക്ക് എടുക്കാനും അതിനെക്കുറിച്ച് കേൾക്കാനുമെങ്കിലും നിങ്ങൾക്ക് കഴിയുന്നു എങ്കിൽ നിങ്ങൾ എന്നോ എത്രയോ കാലമോ നിങ്ങൾ ഏതെല്ലാം ജന്മങ്ങളിൽ കൂടി അപ്പം മനുഷ്യജന്മം എടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. അവിടെ നിങ്ങൾക്ക് അതിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞു. ഈ മനുഷ്യജന്മം എടുത്തിട്ടും പ്രയോജനമില്ലാതെ ചണ്ടിക്കുടിയിലേക്ക് വീണ്ടും പോകാൻ തയ്യാറായി നിൽക്കുന്നവരും ഒരുപാടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം 4 വേദവും അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ നിന്ന് വന്നു. അപ്പം വിവിധ തരം ആൾക്കാർക്ക് വിവിധ തരത്തിലുള്ള ഉപദേശം കൊടുക്കാനായിട്ട് എന്ന് വെച്ചാൽ ഓരോരുത്തർ ഒന്നിൽ നിന്ന് കയറി വരണം. ഭഗവത്ഗീതയിൽ പറഞ്ഞേക്കുന്നത് നോക്കൂ. ആദ്യമേ നമ്മൾ ചുമ്മാതെ കയറി അങ്ങ് ഭക്തിയോഗം അല്ല ഭഗവാൻ പറഞ്ഞത്. എന്താണ് ആദ്യമേ പറഞ്ഞത്? കർമ്മയോഗം, കർമ്മകാണ്ഡത്തെ കുറിച്ച് ആദ്യം പറഞ്ഞു. എന്താണ് കർമ്മകാണ്ഡം? കർമ്മം ചെയ്യുക, അതിന്റെ ഫലം അനുഭവിച്ചു. നിങ്ങൾ അതിനാണ് ജനിച്ചത്. അപ്പം നിങ്ങൾ കർമ്മം ചെയ്യൂ, നിങ്ങൾ അതിന്റെ ഫലം അനുഭവിച്ചു. കർമ്മകാണ്ഡം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു കർമ്മയോഗത്തെ കുറിച്ച് പറഞ്ഞു. അതിൽ തന്നെ സകർമ്മയോഗവും അകർമ്മയോഗവും പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കുറച്ചൊക്കെ എങ്കിലും. അപ്പൊ സകർമ്മയോഗവും അകർമ്മയോഗവും അത് രണ്ടും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേഗം ഭഗവാനെ പിടിക്കാൻ പോണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യോഗസൂത്രത്തിലേക്ക് യോഗം ചെയ്യൂ. അധ്യാത്മ യോഗം പറഞ്ഞു തന്നു അല്ലെ? ഇന്നടത്ത് ഇന്ന രീതിയിൽ ഇരിക്കണം, ഇന്നതുപോലെ ഇടണം, അവിടെ അപ്പുറത്ത് ഏത് രീതിയിൽ എങ്ങോട്ട് നോക്കിയിരിക്കണം, ഭഗവാനെ എങ്ങനെ വിളിക്കണം, ഇതൊക്കെ 6-ാം അധ്യായത്തിൽ ശരിക്കും ആധ്യാത്മിക യോഗം നേരെ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങളെ കുറച്ചൊക്കെ അറിവ് നേടണം. ജ്ഞാനയോഗവും വിജ്ഞാന യോഗവും ഒക്കെ പറഞ്ഞു തന്നു അല്ലെ? അതെല്ലാം പറഞ്ഞു തന്നിട്ട് 9-ാമത്തെ അധ്യായം മുഴുവൻ എങ്ങനെയാണ് കഴിയേണ്ടത് അതിനെക്കുറിച്ച് പറഞ്ഞു തന്നു. അപ്പം പിന്നെ ഭക്തിയോഗത്തിൽ നമ്മൾ ഭക്തൻ എങ്ങനെയാണ് ഇരിക്കണം ആ രീതിയിൽ 12-ാം അധ്യായമൊക്കെ, അതുപോലെ 10-ാം അധ്യായത്തിൽ പറഞ്ഞു ഞാൻ ആരാണ്, ഞാൻ ഇന്നതിൽ ആരാണ്, ഞാൻ ഓരോന്നിലും ഓരോ വ്യക്തിത്വവും എടുത്തിട്ട് അതിനൊക്കെ ഞാൻ ആരാണെന്ന് പറഞ്ഞു തന്നു. അപ്പൊ 10ഉം 11ഉം 12ഉം ഒക്കെ അപ്പൊ അവിടെ ഭക്തിയോഗത്തെ കുറിച്ച് വിശദീകരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ജ്ഞാനയോഗം. അപ്പം ഭക്തിയോഗത്തെ നടുക്കാക്കിക്കൊണ്ട് അപ്പുറത്തെ ജ്ഞാനയോഗത്തെ നിർത്തി ഇപ്പുറത്തെ എന്താണ് കർമ്മയോഗത്തെയും നിർത്തിക്കൊണ്ട് നമുക്ക് ഇത് പറഞ്ഞു തന്നു. അങ്ങനെ ഭഗവാൻ ഏത് രീതിയിൽ നമുക്ക് പറഞ്ഞു തരാമോ ആ രീതിയിൽ നമുക്കിതെല്ലാം പറഞ്ഞു. പക്ഷെ പറഞ്ഞു തന്നുകൊണ്ടായില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം അറിയാഞ്ഞിട്ടല്ല. ഈ കംസനോ ശിശുപാലനോ രാവണനോ ഇവർക്കെല്ലാം ഇതൊക്കെ അറിയാം. കുറച്ചൊക്കെ നമുക്കറിയാം. എന്താണ് ഹിരണ്യകശിപു ആണെങ്കിൽ നമ്മളെ 7-ാം സ്കന്ധം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. ജ്യേഷ്ഠൻ മരിക്കുന്നു, അത് ഭഗവാനാണ് വധിക്കുന്നത് അല്ലെ? ഹിരണ്യാക്ഷനെ വധിച്ചിട്ട് ആ ഹിരണ്യാക്ഷന്റെ വധം കഴിഞ്ഞിട്ട് അമ്മയും അതുപോലെ ജ്യേഷ്ഠത്തെയും മക്കളും ഒക്കെ വളരെയധികം സങ്കടപ്പെടുന്ന അവസരത്തില് ഈ ഹിരണ്യകശിപു ചെന്ന് അവരെ ഉപദേശിച്ചു കൊടുക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തോന്നും? ഭഗവാൻ ഉണ്ടെന്നുള്ളത് നമ്മളെക്കാട്ടിലൊക്കെ വിശ്വാസം ആർക്കാണുള്ളതെന്ന് തോന്നും? ഹിരണ്യകശിപുവിനാണ് ഉള്ളതെന്ന് തോന്നും. പക്ഷേ ഹിരണ്യകശിപുവിന് അത് വലിയ ഫലം ഉണ്ടായി. പക്ഷെ അത് വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം പിന്നെ കാരണങ്ങൾ വേറെയാണ്, അത് വേറെ കാര്യം, അതവിടെ നിന്നോട്ടെ. പക്ഷെ അങ്ങനെ ഈ ഒരു ശിശുപാലനായാലും കംസനായാലും അതുപോലെ രാവണനായാലും ഒക്കെ ഭഗവാനോട് പ്രതികൂല ഭാവം എടുത്തു അല്ലെ? അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മളെ അനുകൂല ഭാവത്തിൽ നിന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അത് വേറെ രീതി. അതുപോലെ നമ്മൾ ധൃതരാഷ്ട്രം നോക്കൂ. ധൃതരാഷ്ട്രമാണെങ്കിൽ പ്രതികൂലമോ അനുകൂലമോ ഒന്നും നോക്കാതെ തന്നെ അദ്ദേഹത്തിനും അറിയാമായിരുന്നു ഭഗവാനെ കുറിച്ച് നല്ലപോലെ അറിയാൻ. അതിന്റെ ശ്ലോകങ്ങൾ അദ്ദേഹം ആർക്കാണ് വരുന്നു?
അക്രൂരർ വന്നു. അക്രൂരർ അക്രൂരനെ വിടുന്നുണ്ട്, ധൃതരാഷ്ട്രയെ ഉപദേശിക്കാനായിട്ട് അക്രൂരരെ വിടുന്നുണ്ട്. അക്രൂരർ അവിടെ ചെന്നിട്ട് ധൃതരാഷ്ട്രയോട് എല്ലാ കാര്യവും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന അവസരത്തില് അപ്പൊ അവിടെ പറയുന്നുണ്ട്, അചിന്ത്യമായ മായാശക്തിയാൽ പ്രപഞ്ചത്തെ ഭഗവാനാണ് സൃഷ്ടിക്കുന്നത് എന്നും ആ സൃഷ്ടിസ്ഥിതിയിൽ അതിൽ പ്രവേശിച്ച് പറഞ്ഞു കൊടുക്കുമ്പം ധൃതരാഷ്ട്രം അങ്ങോട്ട് പറയുന്നത്, സോറി, ആര് പറഞ്ഞു കൊടുക്കുന്നു? അക്രൂരർ പറഞ്ഞു കൊടുക്കും, യുദ്ധം ചെയ്യരുത്, യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ സർവനാശമായിരിക്കും, നിങ്ങൾ വേണ്ട രീതിയിൽ പകുതി രാജ്യം അവർക്ക് കൊടുക്കൂ, അവര് നിങ്ങൾ പറഞ്ഞ രീതിയിൽ 12 വർഷത്തെ വനവാസവും കഴിഞ്ഞ് 1 വർഷത്തെ അജ്ഞാതവാസവും കഴിഞ്ഞിട്ട് തിരിച്ചു വന്നുകരിക്കുകയാണ്, അവർക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ അവർക്ക് വേണ്ടത് കൊടുത്തില്ല എങ്കിൽ വലിയ യുദ്ധം നടക്കും, ആ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കാൻ നിങ്ങൾക്കേ കഴിയത്തുള്ളൂ, നിങ്ങൾ അതിന് ശ്രമിക്കണം, നിങ്ങളുടെ അന്ധത കൊണ്ട് നിങ്ങളുടെ മക്കളെ പിടിച്ചു നിർത്തി ഇങ്ങനെ ലാളിക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ആരെ? അക്രൂരൻ. അപ്പൊ പറയുകയാണ്, ഭഗവാന്റെ ലീലകളെ ആർക്ക് തടുക്കാൻ കഴിയും? ഭഗവാൻ ഇങ്ങനെ എന്താ പറയുന്നത്? അചിന്ത്യമായ മായാശക്തിയാൽ ഈ പ്രപഞ്ചത്തെ അദ്ദേഹം സൃഷ്ടിക്കുന്നു, ആ സൃഷ്ടിയിൽ പ്രവേശിച്ച് വിവിധ ഭൗതിക ഗുണങ്ങൾ വിതരണം ചെയ്യുന്നു. നോക്കൂ, ആരാ പറയുന്നത്? ധൃതരാഷ്ട്രീയ അന്ധനായ വ്യക്തി, ഈ അന്ധത്വം എല്ലാം കാണിക്കുന്ന വ്യക്തി പറയുകയാണ്, എന്താണ്? മായാശക്തിയാൽ ഈ പ്രപഞ്ചത്തെ ഈശ്വരൻ സൃഷ്ടിക്കുന്നു, എന്നിട്ട് അതിനകത്ത് കടക്കുന്നു. അപ്പൊ എന്താ ആദ്യം സൃഷ്ടിക്കുന്ന? കാരണോദകശായി വിഷ്ണുവിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാം. പിന്നെ എന്താണ്? അതിനുള്ളിൽ കടക്കുന്നു. ആരെ കുറിച്ചറിയാം? ഗർഭോദകശായി വിഷ്ണുവിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാം. പിന്നെ എന്താണ്? പ്രവേശിച്ച് വിവിധ ഭൗതിക ഗുണങ്ങൾ, സത്വഗുണ, രജോ ഗുണ, തമോ ഗുണങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നു, അല്ലെ? ചെയ്യുന്നു. പിന്നെ അങ്ങനെയുള്ള പുരുഷൻ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു. അഗാധമായ ലീലാവിശേഷത്തോടു കൂടിയ ആ ശ്ലോകം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അർത്ഥം മാത്രം പറയുന്നത്. അഗാധമായ ലീലയോടുകൂടിയ ആ ഭഗവാൻ എൻ്റെ പ്രണാമം എന്ന് പറഞ്ഞിട്ട് എന്താ അദ്ദേഹത്തെ ഈ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ലോകത്തെ ബന്ധനസ്ഥമാക്കുന്ന സംസാര ചക്രവും മോക്ഷമാർഗവും അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു. ഇത്രയും പറഞ്ഞാൽ പോരെ? ഇത്രയും അറിയാമെങ്കിൽ ഏതൊരു വ്യക്തിക്കും ഭഗവാനെ കുറിച്ച് പൂർണ്ണമായി അറിയാമെന്നറിയാം, അല്ലെ? എന്നിട്ട് പോലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? കാരണം എന്താണ്? ഈ മായയിൽപ്പെട്ട് എൻ്റെ മക്കളെ എന്നുള്ള ചിന്തയിൽ അങ്ങ് മുഴുകിപ്പോയി. ഇത്രയും കാര്യം ഉള്ളിലുണ്ട് എന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും അവിടെ ഉണ്ടാകുന്നില്ല. അപ്പം ഭഗവാന്റെ നാദസ്വരൂപമായ ഗീതയും ഭഗവാനെ കുറിച്ച് പറയുന്ന ഭാഗവതവും ഒക്കെ പഠിച്ച് അതിനെ മനസ്സിലാക്കി വെക്കണം. മനസ്സിലാക്കി വെക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിൽ തന്നെ എപ്പോഴും വേണേലും പോകാം, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് അതിനെ ഉറപ്പിച്ച് വെക്കാൻ നമ്മളെ കലയും. അപ്പം വിപര്യോ സ്മൃതി എന്ന് പറയും. വിപര്യ സ്മൃതിയിലേക്ക് നമ്മൾ പോകരുത് എന്നുള്ളതാണ്. എന്താണ് വിപര്യോ സ്മൃതി എന്ന് പറഞ്ഞാൽ? എന്താണ്? ഭഗവാനെ കുറിച്ച് അറിയാമെങ്കിലും അതിന്റെ ഓപ്പോസിറ്റ് പ്രവർത്തിക്കുന്നു. ആ രീതിയിലേക്ക് നമ്മൾ പോകാതെ ഇരിക്കുക. കൃഷ്ണ സേവകനാകുന്നതിന് പകരം കോമ്പറ്റീറ്ററായിട്ട് കൃഷ്ണനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് വിപര്യോ സ്മൃതി. അപ്പൊ നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് യാതൊരു ഫലവുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ ധർമ്മരാജാവിന് സമാന ബുദ്ധിപൂർവ്വത ഉള്ളതിനാൽ പരീക്ഷിത് മഹാരാജാവ് അസന്നിഗ്ധമായി കാര്യങ്ങളൊക്കെ പ്രതിവചിച്ചു, വീണ്ടും പറഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. ഹരേ കൃഷ്ണ. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക്. സമയമുണ്ടോ? രാജോവാച. അപ്പം പരീക്ഷിത് മഹാരാജാവ് പറയാൻ തുടങ്ങിയാണ്. രാജോവാച. ധർമ്മം പ്രവേശി ധർമ്മജ്ഞ ധർമ്മോസി വൃഷരൂപധൃക് യഥധർമ്മമകൃതസ്ഥാനം സൂചകസ്യാപി തദ്ഭവേത്. ധർമ്മം പ്രവേശി ധർമ്മജ്ഞ ധർമ്മോസി വൃഷരൂപധൃക് യഥധർമ്മകൃതസ്ഥാനം സൂചകസ്യാപി തദ്ഭവേത്. ധർമ്മം പ്രവേശി ധർമ്മജ്ഞ. ധർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ധർമ്മം തന്നെ. പ്രവേശി എന്ന് പറഞ്ഞാൽ അങ്ങ് പറഞ്ഞതുപോലെ, അങ്ങയാൽ പറയപ്പെട്ടതുപോലെ എന്നാണ് ബ്രവീഷി. ധർമ്മജ്ഞ. ധർമ്മജ്ഞ എന്ന് വെച്ചാൽ ധർമാനുശാസനങ്ങളെ വ്യക്തമായി അറിയുന്നവൻ. ധർമ്മ, ഇവിടെ ധർമ്മരാജാവ്, ധർമ്മ വ്യക്തിത്വമായി നിൽക്കുന്നത് ധർമ്മരാജാവ്. അസി എന്ന് പറഞ്ഞാൽ ആകുന്നു, അങ്ങാകുന്നു. വൃഷരൂപദൃക്. അങ്ങ് ഇവിടെ വൃഷരൂപത്തിക്കായിട്ട് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഋഷഭരൂപത്തിൽ അങ്ങ് പ്രച്ഛന്ന വേഷം ധരിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നു. എന്ത് തന്നെ ആയാലും അധർമ്മകൃത, അധർമ്മം പ്രവർത്തിക്കുന്നവൻ സ്ഥാനം
സ്ഥാനം എന്ന് വെച്ചാൽ അവന്റെ പ്ലേസ്. സൂചകസ്യ തിരിച്ചറിയുന്നവരുടെ, അപി എന്ന് പറഞ്ഞാൽ തത് എന്ന് പറഞ്ഞാൽ അത്, ഭവേത് ആയിത്തീരുന്നു. അപ്പം ധർമ്മം ബ്രവീഷി ധർമ്മജ്ഞ, ധർമ്മം അങ്ങ് പറഞ്ഞതുപോലെ ധർമാനുശാസനങ്ങൾ അറിയുന്നവൻ ആണ് അങ്ങ്. ധർമ്മം ബ്രവീഷി ധർമ്മജ്ഞ. പിന്നെയോ ധർമ്മോസി വൃഷരൂപദൃക്, അങ്ങ് എന്ത് രൂപത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത്? വൃഷരൂപദൃക്, വൃഷഭത്തിന്റെ രൂപത്തിൽ ഇവിടെ വന്നിരിക്കുന്നു. ഏത് അധർമ്മകൃത, അധർമ്മം പ്രവർത്തിക്കുന്നവൻ അവന്റെ സ്ഥാനം അത് തിരിച്ചറിയുന്നവൻ അവനത് എന്തായി മാറും? തീർച്ചയായും അവൻ അവിടെ നിന്ന് വ്യതിചലിക്കേണ്ടതായിട്ട് വരും എന്ന് പറയുന്നു. രാജാവ് പറയുകയാണ്, ഓ ആശ്ചര്യം, ഋഷഭരൂപത്തിലുള്ള താങ്കൾ ധർമ്മസത്യം ഗ്രഹിച്ചവനാണ്. അപരാധിയെ തിരിച്ചറിയുന്നവർക്കും അപരാധിക്കും വിധിവിഹിതമായ ഉദ്ദിഷ്ട സ്ഥാനം ഏതെന്ന തത്വത്തിൽ അധിഷ്ഠിതമായി സംസാരിക്കുന്ന അങ്ങേ ധർമ്മ വ്യക്തിത്വമല്ലാതെ മറ്റാരുമല്ല. ധർമ്മ വ്യക്തിത്വം എന്ന് പറയുന്ന ആരാണ്? യമരാജനാണ്. യമരാജന് മാത്രമേ ധർമ്മത്തെ വേണ്ട വിധത്തിൽ വിശദീകരിച്ച് അത് വേണ്ട രീതിയിൽ അതിനെ എന്തുവാണ് പറയാം, ഡിസ്ക്രൈബ് ചെയ്ത് പറയാനുള്ള ഒരു കഴിവ് ഏറ്റവും കൂടുതലുള്ളത് ധർമ്മരാജനാണ്. അപ്പൊ ആ യമരാജനെയാണ് ഈ നിൽക്കുന്നതെന്ന് അദ്ദേഹം പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 22. രാജോവാച ധർമ്മം ബ്രവീഷി ധർമ്മജ്ഞ, ധർമ്മോസി വൃഷരൂപദൃക്, യഥധർമ്മകൃതസ്ഥാനം സൂചകസ്യാപി തദ്ഭവേത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മളിവിടെ പറയുന്നു, അങ്ങ് എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം? അങ്ങ് ധർമ്മ വ്യക്തിത്വമല്ലാതെ മറ്റാരുമല്ല എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ അദ്ദേഹം വ്യക്തമാക്കി ധർമ്മത്തെ കുറിച്ച് പറഞ്ഞു. ഏതെല്ലാം രീതിയിലാണ് ഇവിടെ ധർമ്മത്തിന് നാശം സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. യുഗങ്ങൾ തോറും ഓരോ യുഗങ്ങളിലും 4 കാലുണ്ടായിരുന്നത് എല്ലാം ഒടിഞ്ഞ് ഒരു കാലിലെത്തി നിൽക്കുന്നു എന്നും ആ കാലിന് സംഭവിച്ചത് എന്താണ് എന്നുമൊക്കെ ഇവിടെ വേണ്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതുകൊണ്ടാണ്, വേണ്ട രീതിയിൽ പറഞ്ഞത് കൊണ്ടാണ് ധർമ്മ വ്യക്തിത്വത്തെ കുറിച്ച് പരീക്ഷിത് മഹാരാജാവെ ഇങ്ങനെ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ധർമ്മം ബ്രഹീഷി ധർമ്മജ്ഞ എന്ന് പറയാൻ കാരണം അതാണ്. അപ്പൊ ഭഗവാന്റെ അനുമതി ഇല്ലാതെ ആർക്കും ഒരു ഉപകാരിയാവാനോ ഉപദ്രവകാരിയാനോ ആയി തീരാൻ തന്നെ പ്രയാസമാണ്. നമുക്ക് എന്തെല്ലാം ചെയ്യുന്നെങ്കിലും ഒരു പക്ഷേ ഭഗവാന്റെ അനുമതി ഉണ്ടെങ്കിലേ നമുക്ക് കൈ പൊക്കി ഒരാൾക്ക് ഒരു അടി കൊടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലെ? അപ്പൊ കൈ പൊക്കണമെങ്കിലും അതിനും ഭഗവാന്റെ അനുമതി വേണം. അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും എന്താണ്, എല്ലാം ഭഗവാന്റെ ലീലയായിട്ട് നമ്മൾ അതിനെ കാണാൻ ശ്രമിക്കണം. അപ്പൊ ഏതോ ഒരു കാര്യം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴും എൻ്റെ ശിക്ഷാഗുരു എപ്പോഴും എന്നോട് പറയും, എന്തെല്ലാം പ്രശ്നം ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ എന്നോട് പറയുന്നതാണ്, ഇത് ആരുടെ ലീലയാണെന്ന് ആദ്യം മനസ്സിലാക്കൂ, ഇത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കൂ, അപ്പോൾ ഇതിനെക്കുറിച്ച് വേവലാതി ഉണ്ടാകില്ല എന്നെപ്പോഴും പറയും. അപ്പൊ അത് ഒരു ഭക്തൻ എപ്പോഴും ഊന്നിപ്പറയുന്നത് എന്ത് സംഭവിക്കുന്നതും ഭഗവാന്റെ അനുമതിയില്ലാതെ കൂടി തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഭാഗവതത്തിൽ ഈ ശ്ലോകം വരുന്നത്. നമ്മൾ എത്രമാത്രം വിഷമിക്കുമ്പോഴും തത്തേന് കമ്പാംസു സമീക്ഷമാണോ ഭുഞ്ചാനമേവാത്മകൃതം വിഭാഗം. നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരിക്കാം, പല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, നമുക്കതിനെയൊക്കെ തരണം ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, സമ്പത്തിൽ അത്യത്വം താഴെ എത്തിപ്പോയിട്ടിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ അതിഭൗതികം അതിദൈവികം ആധ്യാത്മികം ഇതൊക്കെ കിടന്ന് നമ്മളെ കയറുകൊണ്ട് കെട്ടി വലിക്കുന്നുണ്ടാകാം. ഇതൊക്കെയും നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. അവിടെ തത്തേന കമ്പാംസ സമീക്ഷമാണ് ഭുഞ്ചാനം ഏവാത്മകൃതം വിഭാഗം. അതൊക്കെ വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഏവാത്മകൃതം വിഭാഗം എന്നുള്ളതാണ്. അത് നല്ലതുപോലെ മനസ്സിലാക്കിയാൽ അപ്പം ആ ഭക്തൻ ഒരു യഥാർത്ഥ ഭക്തനായി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രവർത്തികൾക്കൊന്നും ഉത്തരവാദികളായി ഭക്തൻ ആരെയും കാണുകയില്ല. ഞാൻ തന്നെയാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് സ്വയമേ മനസ്സിലാക്കിയെടുക്കും. ലാഭം വന്നാലും നഷ്ടം വന്നാലും സുഖം വന്നാലും ദുഃഖം വന്നാലും അത് ഈശ്വര നിശ്ചയമായി അംഗീകരിക്കുകയും ചെയ്യും. വലിയ പ്രയാസമാണ് അല്ലേ ഈ പറയുന്നത്, കേൾക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ ആ നിലയിൽ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് പോവാൻ പറ്റുകയുള്ളൂ.
നമ്മളെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും നമുക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ നമ്മൾ ഭഗവാനെ പഴിക്കും, നമ്മൾ മറ്റുള്ളവരെ പഴിക്കും, നമുക്കിങ്ങനെ വന്നല്ലോ എന്ന് കരുതും, ആകെപ്പാടെ നമ്മൾ മനപ്രയാസപ്പെടും. പക്ഷേ ഈ പ്രയാസമൊക്കെയും നമുക്കുള്ള ഒബ്സ്റ്റക്കിളായി നിൽക്കുകയാണ് എവിടോട്ട് പോകാനുള്ളത് നമ്മുടെ ജീവിതാവസ്ഥ എന്നുവെച്ചാൽ കോടാനുകൂടി ജന്മങ്ങൾ നമ്മൾ ഇവിടെയാണ്. ഈ ബ്രഹ്മാവിന്റെ കാലത്തൊന്നും അല്ല നമ്മൾ വന്നിരിക്കുന്നത്. എത്രയോ ബ്രഹ്മാക്കന്മാരുടെ കാലമൊക്കെ കഴിഞ്ഞായിരിക്കും നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ വന്നു ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകും, മനുഷ്യനാകും, ചിലപ്പോൾ അവിടുന്ന് ഈച്ചയായി, പൂച്ചയായി, എലിയായി, പന്നിയായി എന്ന് വേണ്ട, ഇങ്ങനെ നമ്മൾ ജീവിച്ചോണ്ടി ഒരിക്കലും അതില് ഈ മനുഷ്യനായിട്ട് വരുമ്പോൾ കുറച്ച് സുഖമൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങ് സന്തോഷിച്ച് വലിയ വീടും വലിയ മണിമാളികയും അതുപോലെ കാറുകളും വീട് സൗകര്യങ്ങളും ഒക്കെ കണ്ടിട്ട് നമ്മൾ സന്തോഷിക്കും. ഭഗവാൻ ഒരടി തരുമ്പം നമ്മൾ എന്ത് ചെയ്യും? അവിടെ നമ്മൾ അറിഞ്ഞു വീഴുകയും ചെയ്യും, മറിഞ്ഞു വീഴുകയും ചെയ്യും. അപ്പൊ ആ വീഴുമ്പം നമ്മൾ പറയും, ഇത് അയ്യോ ഭഗവാനെ എനിക്ക് ഇങ്ങനെ വന്നു പോയല്ലോ എന്ന് പറയാതെ അതെല്ലാം എന്താണ്? ആ ഭഗവാൻ ആ നമ്മുടെ കർമ്മത്തിന്റെ ഫലമായിട്ട് നമുക്ക് ഭഗവാൻ തരുന്നതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. സുഖവും ദുഃഖവും എല്ലാം, സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിഹ നാരായണ ജയ എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് ഈശ്വര നിശ്ചയമായി അതിനെ അംഗീകരിക്കണം. ഭഗവാന്റെ അനുഗ്രഹമായിട്ടാണ് അതിനെ സ്വീകരിക്കേണ്ടത്. അപ്പം നമ്മൾ നേട്ടം ഉണ്ടാകുമ്പോൾ അതെല്ലാം ഭഗവതിന്റെ അനുഗ്രഹമായിട്ട് പറയും. മോശം ഉണ്ടാകുമ്പോഴോ എനിക്കിങ്ങനെ വന്നു പോയല്ലോ എന്ന് പറയും. അപ്പൊ എന്തിനാണ് ഈ ഭഗവാൻ എന്നെ ഈ ദുരിതത്തിൽപ്പെടുത്തിയത്? ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ആരോട് ഈ ജന്മത്തിലൊന്നും ചെയ്തിട്ടില്ലല്ലോ, എന്തിനെന്നെ ഭഗവാൻ ഇങ്ങനെ ചെയ്തു? ഇതൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പൊ അങ്ങനെ ഭഗവാൻ ദയയില്ലാത്തവനാണോ എന്ന് പോലും ചിലപ്പോൾ ആൾക്കാര് പറയും. അങ്ങനെ ആ ഒരു ഇത് ഇപ്പം നമുക്കറിയാൻ ഒരു എക്സാമ്പിൾ ഇവിടെ സ്ഥില പ്രഭാതര് തന്നേക്കുന്നത് എന്താണ്? യേശുക്രിസ്തുവിനെ കൊണ്ട് ക്രൂശിൽ തറയ്ക്കുന്ന അവസരത്ത് പോലും യേശുക്രിസ്തു കൊടിയ ദുരിതത്തിലാണ് അകപ്പെട്ടത് എങ്കിൽ പോലും അദ്ദേഹം എന്താണ് ചെയ്തത്? ആ ഒട്ടും ദേഷ്യം അവരോട് കാണിച്ചില്ല. അത് അങ്ങനെ അവരോട് ക്ഷമിക്കണേ, അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന അപരാധങ്ങൾക്ക് അവരോട് ക്ഷമിക്കണേ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതാണ്. അപ്പം ആ മറ്റുള്ളവരുടെ കുറ്റമല്ല നമുക്ക് വന്നു ചേരുന്നത് എന്നും യേശുക്രിസ്തു അതൊന്നുമല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. പക്ഷെ എന്നിലും അദ്ദേഹം ചെയ്ത കാര്യം പറഞ്ഞതാണ്. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഭഗവത് അനുഗ്രഹത്താൽ എല്ലാവിധ വിപരീതങ്ങളെയും ഭക്തൻ സഹിക്കുന്നു. ഭക്തന് വിഷമമില്ലാഞ്ഞല്ല, ഭക്തന് പ്രശ്നങ്ങളില്ലാത്തതുമല്ല. ഭക്തന് എല്ലാ പ്രയാസങ്ങളും നമ്മളെപ്പോലെ തന്നെ ഉണ്ട്. പക്ഷേ ഭക്തൻ എന്ത് ചെയ്യുന്നു? ഭഗവത് അനുഗ്രഹമായി അവയെ കരുതുന്നു. എനിക്ക് ഭഗവാന്റെ അടുത്തെത്താനുള്ള അനുഗ്രഹമായിട്ട് കരുതുന്നു. അത് ഒരു പ്രധാനപ്പെട്ട നമ്മളത് ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നുണ്ട്, ശ്രീവാസ് ഠാക്കൂറിന്റെ ഗ്രഹത്തിൽ വെച്ച് എപ്പോഴും പാട്ട് പാടുന്ന ഒരാളുണ്ട്. അപ്പൊ ആ പേര് ഞാനിപ്പോ ഓർക്കുന്നില്ല. അപ്പൊ ആ പാട്ട് പാടുന്ന ആളാണ്. അദ്ദേഹത്തിന് വെളിയിൽ പോയ വഴി ചൈതന്യ മഹാപ്രഭുവിന് എല്ലാ കാര്യവും അപ്പടപ്പം അറിയാൻ കഴിയും. വെളിയിൽ പോയ വഴി അദ്ദേഹം മായാവാദികളുമായിട്ട് സംവദിക്കുന്നത് കണ്ടു. അവരുമായിട്ട് കുറച്ചൊരു ചലനം ഉണ്ടായോ എന്ന് മഹാപ്രഭുവിന് തോന്നി. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഇന്നത്തെ ക്ലാസ്സിൽ അദ്ദേഹം പാടണ്ട എന്ന് പറഞ്ഞു, വന്നാൽ കയറ്റി വിടുകയുണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഓടി വരുക പാട്ട് പാടാനായിട്ട്. അപ്പൊ പറഞ്ഞു, അദ്ദേഹം വന്നാൽ കയറ്റി വിടണ്ട എന്ന് പറഞ്ഞു. വലിയ പ്രയാസപ്പെട്ട ശ്രീവാസ് ഠാക്കൂർ ചെന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുക, അയ്യോ അതെന്തുകൊണ്ടാണ്? അപ്പൊ ചോദിച്ചു, കയറ്റി വിടണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കയറ്റി വിടുന്നില്ല. ഒന്ന് ചോദിക്കോ, എന്നത്തേക്ക് കയറ്റി വിടും എന്നൊന്ന് ചോദിക്കൂ. അപ്പൊ പറഞ്ഞു, മഹാപ്രഭു പറഞ്ഞു, 10,000 വർഷങ്ങൾക്ക് ശേഷം. അതിവിടെ വന്ന് പറഞ്ഞു. എങ്ങനെ പറയുമെന്ന് ശ്രീവാസ് ഠാക്കൂറിന്റെ ചിന്ത ഉണ്ടായിരുന്നു. അയ്യോ കഷ്ടം, ഞാൻ എങ്ങനെ ഇത് ചെന്ന് പറയും? പക്ഷേ അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞപ്പോ യഥാർത്ഥ ഭക്തനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ തുള്ളിച്ചാടി. എന്താ, 10,000 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഭഗവാനെ കാണാമല്ലോ, 10,000 വർഷം കഴിയുമ്പോൾ എനിക്ക് മഹാപ്രഭുവുമായിട്ടൊത്ത് സംവദിക്കാമല്ലോ. ആ സന്തോഷത്തിൽ തുള്ളിച്ചാടുന്നത് കണ്ടപ്പോൾ മഹാപ്രഭു ഒരു ടെസ്റ്റ് ഡോസ് കൊടുത്തതാണ്. മഹാപ്രഭു പറഞ്ഞു, നീ കയറി വരാൻ പറ. 10,000 വർഷം എന്തിനാ കാത്തു നിൽക്കുന്നത്? 10,000 ഒരു മിനിറ്റിനുള്ളിൽ അദ്ദേഹം ഇവിടെ വന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഭക്തൻ എന്താണ്? എന്നായാലും ഭഗവാനെ കാണാമല്ലോ, വർഷങ്ങൾ അങ്ങോട്ട് പോയാലും വേണ്ടില്ല, എനിക്ക് ഭഗവാൻ എന്നെ സ്വീകരിക്കുമല്ലോ എന്ന് കേട്ടപ്പോൾ സന്തോഷിച്ചു. അപ്പം ഭക്തന്മാർക്ക് എന്താണ്? ഏത് സമയത്തായാലും എത്രമാത്രം
പ്രയാസത്തിൽപ്പെടുത്തിയാലും അവരതൊരു ഒരു വിഷമമായിട്ട് എടുക്കില്ല. അവരതിനെ സ്വീകരിക്കുകയുള്ളൂ. ഭഗവാന്റെ പാദത്തിൽ എത്താൻ എനിക്ക് അവസരം തരുമല്ലോ എന്ന ചിന്ത മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ബാക്കി നമുക്ക് നാളെ പറയാം. നമുക്ക് സമയം കഴിഞ്ഞു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സമയം പോയി.